ദൈവനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ. യേശു ക്രിസ്തുവിന്റെ പുതിയ നിയമ ഉപദേശം എന്ന വാട്സപ്പ് ഗ്രൂപ്പിൽ നിത്യജീവന്റെ മൊഴികൾ എന്ന ദൈവവചന പരമ്പരയിൽ വചനവുമായി വരുവാൻ ദൈവം എൻ്റെ ജീവിതത്തിൽ ഇടയാക്കിയ കൃപയ്ക്കായി നന്ദിയോട് സ്തുതിക്കുന്നു. ഇതിൽ അവസരം തന്ന എല്ലാ അഡ്മിന്മാരോടുമുള്ള നന്ദിയെ ഈ തരുണത്തിൽ അറിയിക്കുന്നു. അതുപോലെ തന്നെ ഞങ്ങളെ ശ്രവിക്കുന്ന യൂട്യൂബിലും ഫേസ്ബുക്കിലും വാട്സാപ്പിലും ഒക്കെ ശ്രദ്ധിക്കുന്ന എല്ലാ ശ്രോതാക്കളെയും യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ വന്ദനം ചെയ്യുന്നു. ഇന്ന് നമ്മൾ ചിന്തിക്കുവാനായിട്ട് പോകുന്നത്, ആഴിമ നടന്നു നിന്നിലിറങ്ങി ആകാശം തുറന്നാൽ സർവശക്തൻ, എല്ലാം എല്ലാം സാധ്യം, എല്ലാം എല്ലാം സാധ്യം, രോഗമോ ദുഃഖമോ വിടുതൽ നൽകിയിടുന്ന. അപ്പോ ഈ പാട്ട് ഞാൻ പാടുവാനുള്ള പ്രധാനമായ കാര്യമെന്ന് പറയുന്നത്, ഈ പാട്ടുകൾ നമ്മൾ ശ്രദ്ധിച്ചു കാണും. എന്താണ്? അഗ്നിയിലിറങ്ങി ആഴിമേൽ നടന്നു എന്നുള്ള ഒരു ഭാഗം നമ്മൾ ശ്രദ്ധിച്ചു അല്ലെ? ആകാശം തുറന്നാൽ സർവശക്തനായ ദൈവമെന്ന് തൃത്വക്കാർ പാടുന്നുണ്ട്. അപ്പൊ തൃത്വക്കാർ എന്ത് അടിസ്ഥാനത്തിലാണ് ഈ പാട്ട് പാടുന്നതെന്ന് എനിക്കിപ്പോഴും മനസ്സിലായിട്ടില്ല. അവർക്ക് 3 പേർ കൂടിയ ദൈവമാണെങ്കിൽ 3 പേരാണോ ഈ പറയുന്ന ഭാഗത്തെല്ലാം, അതായത് അഗ്നിയിലിറങ്ങിയതും ആഴിമേൽ നടന്നതുമൊക്കെ 2 പേരാണ് എന്ന് നമ്മൾ പറയേണ്ടതായിട്ട് വരും എന്നുള്ളതാണ്. അപ്പോ തൃത്വക്കാർക്ക് എന്ത് അവകാശത്തിലാണ് സർവശക്തനായ ദൈവം എന്ന് പറയുവാനായിട്ട് കഴിയുന്നതെന്ന് നമുക്ക് ഈ പാട്ട് പാടുമ്പോൾ നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നു എന്നുള്ളതാണ്. ഈ പാട്ട് ഞാൻ ഒന്നുകൂടി പാടുമ്പോൾ അതിനകത്ത് കാണുന്ന ഒരു കാര്യം, അഗ്നിയിൽ ഇറങ്ങി അല്ലെ, ആഴിമേൽ നടന്നു എന്ന് പറയുമ്പോൾ ഇത് 2 ഭാഗങ്ങളിലാണ് ഇത് പ്രധാനമായിട്ടും കാണുന്നത്. ആഴിമേൽ നടന്നത് യേശു ക്രിസ്തു. അപ്പോ അഗ്നിയിലിറങ്ങിയതെന്ന് പറയുമ്പോൾ ദാനിയേലിന്റെ പുസ്തകം വായിക്കുമ്പോഴാണ് നമുക്ക് പ്രധാനമായിട്ടും കാണുവാനായിട്ട് സാധിക്കുന്നു എന്നുള്ളതാണ്. ദാനിയേലിന്റെ പുസ്തകം 3-ാം അധ്യായം 1 മുതൽ 25 വരെയുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ അതിനകത്ത് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട്. ഞാൻ നിങ്ങളുടെ അറിവിന് വേണ്ടി ആ ഭാഗം വായിക്കുകയാണ്. ദാനിയേലിന്റെ പുസ്തകം 3-ാം അധ്യായം 1 മുതൽ 26 വരെ 25 വരെയുള്ള വാക്യങ്ങളാണ് ഞാൻ നിങ്ങളുടെ അറിവിന് വേണ്ടി വായിക്കാൻ പോകുന്നത്. അവിടെ ഇങ്ങനെ എഴുതിയിരിക്കുന്നത്, നെബൂഖദ്നേസർ രാജാവ് പൊന്നുകൊണ്ടൊരു ബിംബമുണ്ടാക്കി. അതിന്റെ ഉയരം 60 മുഴവും വണ്ണം 6 മുഴവുമായിരുന്നു. അവൻ അതിനെ ബാബേൽ സംസ്ഥാനത്ത് ദുരാസമഭൂമിയിൽ നിർത്തി എന്ന് അവിടെ കാണുന്നു. എന്താണ്? നെബൂഖദ്നേസർ രാജാവിൻ എന്താണ് ഒരു പൊന്നുകൊണ്ടൊരു ബിംബമുണ്ടാക്കി. അതിന്റെ ഉയരം 60 മുഴവും വണ്ണം 6 മുഴവും ആയിരുന്നു. അവൻ അതിനെ ബാബേൽ സംസ്ഥാനത്തിന്റെ ദുരാസമഭൂമിയിൽ നിർത്തി. അപ്പൊ അവിടെ നമ്മൾ പ്രധാനമായും ചിന്തിക്കേണ്ടത്, അപ്പൊ ഇതിനെ പറ്റി നമ്മൾ ചിന്തിക്കുമ്പോൾ അതിന്റെ 3-ാമത്തെ വാക്യത്തിൽ എഴുതി, അങ്ങനെ പ്രധാന ദേശാധിപന്മാരും സ്ഥാനാപതിമാരും ദേശാധിപന്മാരും ന്യായാധിപന്മാരും ഭണ്ഡാര വിചാരകന്മാരും മന്ത്രിമാരും നഗര അധിപന്മാരും സകല സംസ്ഥാന പാലകന്മാരും നെബൂഖദ്നേസർ രാജാവ് നിർത്തിയ ബിംബത്തിന്റെ പ്രതിഷ്ഠയ്ക്ക് വന്നുകൂടി. നെബൂഖദ്നേസർ നിർത്തിയ ബിംബത്തിന്റെ മുമ്പാകെ നിന്നു. അപ്പോൾ ഘോഷകൻ ഉച്ചത്തിൽ വിളിച്ചു പറഞ്ഞത്, വംശങ്ങളും ജാതികളും ഭാഷക്കാരുമായുള്ളവരെ, നിങ്ങളോട് കൽപ്പിക്കുന്നതെന്തെന്നാൽ കാഹളം, കുഴൽ, തമ്പുരു, കിന്നരം, വീണ, നാഗസ്വരം മുതലായ സകലവിധ വാദ്യനാദവും കേൾക്കുമ്പോൾ നിങ്ങൾ വീണ നെബൂഖദ്നേസർ രാജാവ് നിർത്തിയിരിക്കുന്ന സ്വർണബിംബത്തെ നമസ്കരിക്കണം. ആരെങ്കിലും വീണ് നമസ്കരിക്കാതിരുന്നാൽ അവനെ ആ നാഴികയിൽ തന്നെ എരിയുന്ന തീച്ചുളയിലിട്ട് കളയും. അതുകൊണ്ട് സകല വംശങ്ങളും കാഹളം, കുഴൽ, തമ്പുരു, കിന്നരം, വീണ മുതലായ സകലവിധ
വാദ്യനാദവും കേട്ടപ്പോൾ സകല വംശങ്ങളും ജാതികളും ഭാഷക്കാരും വീണു നെബൂഖദ്നേസർ രാജാവ് നിർത്തിയ സ്വർണ്ണ ബിംബത്തെ നമസ്കരിച്ചു. എന്നാൽ ആ സമയത്ത് ചില കൽദയർ അടുത്തു വന്ന് യഹൂദന്മാരെ കുറ്റം ചുമത്തി. അവർ നെബൂഖദ്നേസർ രാജാവിനെ ബോധിപ്പിച്ചത്, രാജാവ് ദീർഘായുസ്സായിരിക്കട്ടെ, രാജാവ് കാഹളം, കുഴൽ, തമ്പുരു, കിന്നരം, വീണ, നാഗസ്വരം മുതലായ സകലവിധ വാദ്യനാദവും കേൾക്കുന്ന ഏവനും വീണ് സ്വർണ്ണബിംബത്തെ നമസ്കരിക്കുമെന്നും ആരെങ്കിലും വീണ് നമസ്കരിക്കാതെ ഇരുന്നാൽ അവനെ എരിയുന്ന തീച്ചൂളയിൽ ഇട്ടുകളയുമെന്നും ഒരു തീർപ്പ് കൽപ്പിച്ചുവല്ലോ. ബാബേൽ സംസ്ഥാനത്തിലെ കാര്യാദികൾക്ക് മേൽവിചാരകന്മാരായി നിയമിച്ച ശദ്രക്, മേശക്, അബേദ്നെഗോ എന്നീ ചില യഹൂദന്മാരുണ്ടല്ലോ. ഈ പുരുഷന്മാർ രാജാവിനെ കൂട്ടാക്കിയില്ല. അവർ തിരുമനസ്സിലെ ദേവന്മാരെ സേവിക്കുകയോ തിരുമനസ്സുകൊണ്ട് നിർത്തിയ സ്വർണ്ണബിംബത്തെ നമസ്കരിക്കുകയോ ചെയ്യുന്നില്ല. അപ്പോൾ നെബൂഖദ്നേസർ ഉഗ്രകോപവും ക്രോധവും കൊണ്ട് ശത്രുഘ്നെയും മേശക്കിനെയും അബേദ്നെഗോവിനെയും കൊണ്ടുവരുവാൻ കൽപ്പിച്ചു. അവർ ആ പുരുഷന്മാരെ രാജസന്നിധിയിൽ കൊണ്ടുവന്നു. 4-ാമത്തെ വാക്യത്തിൽ എഴുതിയിരിക്കുകയാണ്, നെബൂഖദ്നേസർ അവരോട് കൽപ്പിച്ചത്, ശദ്രക്, മേശക്, അബേദ്നെഗോവേ, നിങ്ങൾ എന്റെ ദേവന്മാരെ സേവിക്കുകയോ ഞാൻ നിർത്തിയ സ്വർണ്ണബിംബത്തെ നമസ്കരിക്കുകയോ ചെയ്യുന്നില്ല എന്നുള്ളത് നേര് തന്നെയോ? ഇപ്പോൾ കാഹളം, കുഴൽ, തമ്പുരു, കിന്നരം, വീണ, നാഗസ്വരം മുതലായ സകലവിധ വാദ്യനാദവും കേൾക്കുന്ന സമയത്ത് നിങ്ങൾ ഞാൻ പ്രതിഷ്ഠിച്ച ബിംബത്തെ വീണ് നമസ്കരിക്കുവാൻ ഒരുങ്ങിയിരുന്നാൽ നന്ന്, നമസ്കരിക്കാതിരുന്നാലോ ഈ നാഴികയിൽ തന്നെ നിങ്ങളെ എരിയുന്ന തീച്ചുളയിൽ ഇട്ടുകളയും. നിങ്ങളെ എന്റെ കയ്യിൽ നിന്ന് വിടുവിക്കാവുന്ന ദേവൻ ആര് എന്ന് അവിടെ ചോദിക്കുന്നു. ശത്രുഘും, മേശകും, അബേദ്നെഗോവും രാജാവിനോട്, നെബൂഖദ്നേസരെ, ഈ കാര്യത്തിൽ ഉത്തരം പറയുവാൻ ആവശ്യമില്ല. ഞങ്ങൾ സേവിക്കുന്ന ദൈവത്തിന് ഞങ്ങളെ വിടുവിക്കുവാൻ കഴിയുമെങ്കിൽ അവൻ ഞങ്ങളെ എരിയുന്ന തീച്ചൂളയിൽ നിന്നും രാജാവിന്റെ കയ്യിൽ നിന്നും വിടുവിക്കും. അല്ലെങ്കിലും ഞങ്ങൾ രാജാവിന്റെ ദേവന്മാരെ സേവിക്കുകയില്ല, രാജാവ് നിർത്തിയ സ്വർണ്ണബിംബത്തെ നമസ്കരിക്കുകയില്ല എന്നറിഞ്ഞാലുമെന്ന് ഉത്തരം പറഞ്ഞു. അപ്പോൾ നെബൂഖദ്നേസറിന് കോപം മുഴുത്ത ശത്രുഘ്നെയും മേശക്കിന്റെയും അബേദ്നെഗോവിന്റെയും നേരെ മുഖഭാവം മാറി ചൂള പതിവായി ചൂടുപിടിച്ചതിൽ 7 മടങ്ങ് ചൂടുപിടിപ്പിക്കുവാൻ അവൻ കൽപ്പിച്ചു. അവൻ തന്റെ സൈന്യത്തിലെ മഹാബാലകന്മാരെ ചില പുരുഷന്മാരോട് ശത്രുഘ്നെയും മേശക്കിനെയും അബേദ്നെഗോവിനെയും ബന്ധിപ്പിച്ച് എരിയുന്ന തീച്ചൂളയിൽ ഇട്ടുകളയുവാൻ കൽപ്പിച്ചു. അങ്ങനെ അവർ ആ പുരുഷന്മാരെ അവരുടെ കാൽ, ചട്ട, കുപ്പായം, മേലാട മുതലായ വസ്ത്രങ്ങളോടുകൂടെ ബന്ധിച്ചെരിയുന്ന തീച്ചുളയിൽ ഇട്ട് കളഞ്ഞു. രാജകൽപ്പന കർശനമായിരിക്കൊണ്ടും ചൂള അത്യന്തം ചൂടായിരിക്കുന്നത് കൊണ്ടും ശത്രുഘ്നെയും മേശക്കിനെയും അബേദ്നെഗോവിനെയും എടുത്തുകൊണ്ടുപോയ പുരുഷന്മാരെ അഗ്നിജ്വാല ദഹിപ്പിച്ചു കളഞ്ഞു. ശദ്രക്, മേശക്, അബേദ്നെഗോ എന്നീ 3 പുരുഷന്മാര് ബന്ധിക്കപ്പെട്ടവരായി എരിയുന്ന തീച്ചൂളയിൽ വീണു. നെബൂഖദ്നേസർ രാജാവ് ഭ്രമിച്ചു. വേഗത്തിൽ എഴുന്നേറ്റ് മന്ത്രിമാരോട്, നാം ഈ 3 പുരുഷന്മാരെ അല്ലയോ ബന്ധിച്ച് തീയിലിട്ടത് എന്ന് ചോദിച്ചതിന് അവർ സത്യം തന്നെ രാജാവേ എന്ന് രാജാവിനോട് ഉണർത്തിച്ചു. അതിനവൻ, 4 പുരുഷന്മാർ കെട്ടഴിഞ്ഞ് തീയിൽ നടക്കുന്നത് ഞാൻ കാണുന്നു. അവർക്ക് ഒരു കേടും തട്ടിയിട്ടില്ല. 4-ാമത്തവന്റെ രൂപം ഒരു ദൈവപുത്രനോട് ഒത്തിരിക്കുന്നു എന്ന് കൽപ്പിച്ചു. അപ്പോ ഇവിടെ നമ്മളെ പാട്ട് പാടിയതിനകത്ത് അഗ്നിമേലിറങ്ങി എന്ന് വളരെ വ്യക്തമായിട്ട് അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നു. അപ്പൊ ആകാശം തുറന്നാൽ സർവശക്തനെന്ന് നമ്മൾ പാടി ആ പാട്ടിനകത്ത്. അപ്പോ ഇവിടെ 4-ാമനെ കണ്ടു. ശത്രുഘ്, മേശക്, അബേദ്നെഗോവും എന്ന് പറയുന്ന 3 പുരുഷന്മാരുടെ കൂടെ 4-മതൊരു വ്യക്തിയായി ദൈവം ഇറങ്ങി വരുന്നത് അവിടെ കാണുവാനായിട്ട് സാധിക്കുന്നു. ദൈവപുത്ര സമനായ ഒരുവൻ, അതായത് പഴയ നിയമത്തിലും യഹോവയായ ദൈവം മനുഷ്യനായി വെളിപ്പെടുന്ന ഒരു കാര്യമാണ് അവിടെ കാണുന്നത്. മറ്റൊരാൾ ഇല്ല എന്ന് നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ പഠിച്ചു, അല്ലെ? കഴിഞ്ഞ ദിവസങ്ങൾ നമ്മൾ എന്താണ്, മറ്റൊരുത്തനില്ല. അപ്പൊ പിന്നെ എങ്ങനെയാണ്? അപ്പൊ ദൈവം പഴയ നിയമത്തിലും ജഡത്തിൽ വെളിപ്പെടുന്ന കാഴ്ച നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. ഇവിടെ ശത്രുഘ്, മേശക്, അബേദ്നെഗോ എന്നീ ബാലന്മാരെ രക്ഷിക്കുവാനായിട്ട് ദൈവം ഇറങ്ങി വരുന്നു, അല്ലേ? കാരണം
നമ്മൾ ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ആ പാട്ട് പറയുന്നത് പോലെ ഏകനായ ദൈവത്തെ നമ്മൾ സ്തുതിക്കേണ്ടതായിട്ടുണ്ട്. ആ ഏകനായ ദൈവമാണ് ഇറങ്ങി വന്നു എന്നുള്ള കാഴ്ച നമുക്കവിടെ കാണുവാനായിട്ട് സാധിക്കുന്നു. അപ്പൊ മറ്റൊരാളില്ല, മറ്റൊരുത്തിനില്ല എന്നുള്ള കാര്യം, ശത്രുഘ്ൻ, മേശക്, അബേദ്നെഗോ എന്നിവരെ രക്ഷിക്കുവാനായിട്ട് ഇറങ്ങി വന്നു. അല്ലെങ്കിൽ ദൈവം ജഡത്തിൽ വെളിപ്പെടുന്ന കാഴ്ച, അല്ലെ ദൈവപുത്രനോട് സമനായി, അല്ലെ ദൈവപുത്രനോട് ഒത്തിരിക്കുന്നു എന്ന് കൽപ്പിച്ചു. അപ്പൊ നിങ്ങൾ പറയും രണ്ടാമൻ അവിടെ വന്നത്. പക്ഷെ ഇപ്പൊ യെശയ്യാവ് പറഞ്ഞ എന്താണ്? യെശയ്യാവിന്റെ പുസ്തകത്തിൽ എന്താണ് നമ്മൾ കഴിഞ്ഞ ആഴ്ച പഠിച്ചത്? എന്നിൽ മറ്റൊരുത്തനില്ല. ദൈവം തന്നെ സാക്ഷ്യപ്പെടുത്തുമ്പോൾ മറ്റൊരുത്തനില്ല. അപ്പൊ നാലാമത് വന്നത്, രണ്ടാമത് വന്നവൻ യേശു ക്രിസ്തു ആണ് എന്ന് നമ്മൾ പറയുമ്പോൾ തന്നെ ഏകനായ ദൈവത്തെ എന്ത് ചെയ്യുന്നു? അത് കാണിക്കുന്നു എന്നുള്ളതാണ്. ഏകനായ ദൈവം പഴയ ദിനത്തിൽ ജഡത്തിൽ വെളിപ്പെട്ടു, ആ ശത്രുക്ക്, മേശക്, അബേദ്നെഗോ എന്നിവരെ രക്ഷിക്കുവാനായിട്ട്. അതേ കാര്യം തന്നെയാണ് ഇവിടെ പറയുന്നത്, പ്രിയ സഹോദരങ്ങളെ. അപ്പൊ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താണ്? നാലാമത്തെ രൂപം ഒരു ദൈവപുത്രനോട് ഒത്തിരിക്കുന്നു എന്ന് കൽപ്പിച്ചു. അപ്പോൾ എന്താണ്? നമുക്ക് ഏക ദൈവമേ ഉള്ളൂ. ഈ പാട്ട് പാടുന്ന തൃത്തക്കാരെ, നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. നിങ്ങൾക്ക് രണ്ട് ദൈവങ്ങളുണ്ടോ? അത് മൂന്ന് വ്യക്തികൾ കൂടിയ ദൈവമാണോ? യഹോവയായ ദൈവം പറയുന്നു മറ്റൊരുത്തൻ എന്നിലില്ല എന്ന് വളരെ വ്യക്തമായി രേഖപ്പെടുത്തുമ്പോൾ നിങ്ങൾ പാടുന്നു. കാരണം ഈ പാട്ടിനകത്ത്, അല്ലെ, ആഴിമേൽ നടന്നു, അഗ്നിമേൽ ഇറങ്ങി, ആകാശം തുറന്നാൽ സർവശക്തനെന്ന് നമുക്ക് ഈ പാട്ടിനകത്ത് തന്നെ ഉണ്ടല്ലോ. നിങ്ങൾ ഈ പാട്ട് പിന്നെ പാടുന്നത് എന്തിനാണ് തൃത്തക്കാരെ? നിങ്ങൾ ഈ പാട്ട് പാടരുത്. കാരണം നിങ്ങൾ പാടുന്ന രണ്ടാമനാണ് ഇവിടെ നടന്ന ആഴിമേൽ നടന്നതും ഒക്കെ ഇന്ന് നിങ്ങൾ പാടേണ്ടതായി വരും. അതുകൊണ്ട് പാട്ട് പാടുമ്പോൾ നിങ്ങൾ ഏക ദൈവത്തെ പുകഴ്ത്തി പാടണം. ഏക ദൈവമേ നമുക്കുള്ളൂ, അല്ലേ? നമുക്ക് ഏക ദൈവമേ ഉള്ളൂ. പൗലോസ് അപ്പോസ്തലൻ അതാണ് പറഞ്ഞത്, നമുക്ക് ഏക ദൈവമേ ഉള്ളൂ. ദൈവവും പിതാവുമായവൻ ഒരുവനാണ് എന്നുള്ള കാര്യമാണ് നമ്മൾ മനസ്സിലാക്കേണ്ട പ്രധാനമായ കാര്യം. അത് കഴിയുമ്പോൾ നമ്മൾ ഇതിനു മുമ്പ് വേറൊരു പ്രത്യക്ഷത കാണുന്നുണ്ട്. ഉൽപ്പത്തി പുസ്തകം 18-ാം അധ്യായത്തിൽ നമ്മളൊരു പ്രത്യക്ഷത നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. ഉൽപ്പത്തി പുസ്തകം 18-ാം അധ്യായത്തിലേക്ക് നമ്മൾ കടന്നു വരുമ്പോൾ ദൈവത്തിന്റെ മറ്റൊരു പ്രത്യക്ഷത, അബ്രഹാമിന് മമ്രയുടെ തോപ്പിൽ പ്രത്യക്ഷപ്പെടുന്ന ദൈവത്തെ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. ഉൽപ്പത്തി പുസ്തകം 18-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ, ഉൽപ്പത്തി പുസ്തകം 18-ാം അധ്യായത്തിലേക്ക് നമ്മൾ വരുമ്പോൾ അവിടെ ദൈവത്തിന്റെ ഒരു പ്രത്യക്ഷം നമുക്ക് കാണാൻ കഴിയുന്നു. ജഡത്തിൽ വെളിപ്പെടുത്തതായിട്ടാണ് അവിടെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നു. അനന്തരം യഹോവ അവന് മമ്രയുടെ തോപ്പിൽ വെച്ച് പ്രത്യക്ഷനായി. വെയിലുറച്ചപ്പോൾ അവൻ കൂടാരവാതിൽക്കൽ ഇരിക്കുകയായിരുന്നു എന്നവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നു. അപ്പൊ യഹോവ ദൈവം മമ്രയുടെ തോപ്പിൽ പ്രത്യക്ഷനായി, അല്ലെ? അവിടെയും ജഡത്തിൽ വെളിപ്പെടുന്ന ഒരു കാഴ്ച അവിടെ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. ഇത് അപ്പോ അതിന് 33-ാമത്തെ വാക്യത്തിൽ യഹോവ അബ്രഹാമിനോട് അരുളി ചെയ്ത് തീർന്ന ശേഷം അവിടെ നിന്ന് പോയി, അബ്രഹാം തന്റെ സ്ഥലത്തേക്ക് മടങ്ങിപ്പോയി. അപ്പം ഇത് ചിലർ പറയുമ്പോ 3 പേർ അവിടെ ഉണ്ടായിരുന്നു എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഇവരെല്ലാം പറയുന്നു പിതാവും പുത്രനും പരിശുദ്ധാത്മാവും എന്ന 3 പേര് അവിടെ വന്ന് പല ആളുകളും പറയാറുണ്ട്. പക്ഷെ അവിടെ അങ്ങനെയല്ല എഴുതിയിരിക്കുന്നത്. അനന്തരം യഹോവ മമ്രയുടെ തോപ്പിൽ വെച്ച് പ്രത്യക്ഷനായി. വെയിലുറച്ചപ്പോൾ അവൻ കൂടാരവാതിൽക്കൽ ഇരിക്കുകയായിരുന്നു. അവൻ തലപോക്കി നോക്കി 3 പുരുഷന്മാർ തന്റെ നേരെ നിൽക്കുന്നത് കണ്ടു. അവരെ കണ്ടപ്പോൾ അവൻ കൂടാരവാതിൽക്കൽ അവരെ എതിരേൽക്കുവാനായിട്ട് കുനിഞ്ഞു എന്ന് അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നു. വന്നത് യഹോവയും 2 ദൂതന്മാരുമാണ് എന്ന് അവിടെ വ്യക്തമായിട്ട് രേഖപ്പെടുത്തിയിരിക്കുന്നത് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നു. അപ്പോ ഇതെല്ലാം നമ്മൾ മനസ്സിലാക്കുമ്പോൾ അത് 19-ാം അധ്യായം, ഉൽപ്പത്തി പുസ്തകം 19-ാം അധ്യായം 1-ാം വാക്യം വായിക്കുമ്പോൾ അത് 2 ദൂതന്മാരായിരുന്നു കൂടെ ഉണ്ടായിരുന്നു എന്ന് മനസ്സിലാക്കുന്നു. യഹോവയായ ദൈവം അബ്രഹാമിന്റെ അടുക്കൽ വന്നിട്ട് തിരിച്ചുപോയി, മടങ്ങിപ്പോയി. അതാണ് 18:33 പറഞ്ഞത്. യഹോവ അബ്രഹാമിനോട് അരുളി ചെയ്ത് തീർന്ന ശേഷം അവിടെ നിന്ന് പോയി, അബ്രഹാമും തന്റെ സ്ഥലത്തേക്ക് മടങ്ങിപ്പോയി എന്നവിടെ രേഖപ്പെടുത്തിയിരിക്കും നമുക്ക് കാണാൻ കഴിയുന്നു. അപ്പോൾ 19-ാം അധ്യായം
അധ്യായം 1-ാം വാക്യത്തിൽ എഴുതിയിരിക്കുകയാണ്, ആ ദൂതന്മാർ വൈകുന്നേരത്ത് സോദോമിലെത്തി. അപ്പം യഹോവയുടെ കൂടെ വന്ന 2 ദൂതന്മാരെന്നവിടെ വളരെ വ്യക്തമായിട്ട് രേഖപ്പെടുത്തിയിരിക്കുന്നു. അപ്പം പിതാവും പുത്രനും പരിശുദ്ധാത്മാവാണ് എന്ന് പഠിപ്പിക്കുന്ന തൃത്വക്കാരുമുണ്ട്. അപ്പോൾ തൃത്വക്കാർ എന്ത് കെണിയാണ് നമുക്ക് നേരെ ഒപ്പിക്കുന്നത്, അല്ലേ? നമുക്ക് കാണേണ്ട ഒരു കാര്യം തന്നെയാണ്, നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്. 3 പേരുണ്ട് ദൈവത്തിനകത്ത്. ദൈവം കഴിഞ്ഞ എപ്പിസോഡ് നമ്മൾ പറഞ്ഞു, എന്താണ്, യഹോവയെ ദൈവം തന്നെ പറയുന്നു, സാക്ഷ്യപ്പെടുത്തുന്നു, എന്നിൽ എന്താ മറ്റൊരുത്തൻ ഇല്ല എന്ന്. പക്ഷേ ഈ തൃത്വക്കാർ പറയുകയാണ് 3 പേരുണ്ട്, 3 പേർ കൂടിയതാണ്, ത്രിയേകനാണ് എന്നൊക്കെ പറയുമ്പോൾ എന്ത് ചെയ്യാണ്? മനുഷ്യനെ കബളിപ്പിക്കുന്നു എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ട പ്രധാനമായ കാര്യം എന്ന് പറയുന്നത്. ഇനി നമ്മൾ മർക്കോസിന്റെ സുവിശേഷത്തിലേക്ക് വരുമ്പോൾ പാടിനകത്ത് പാടിയതുപോലെ ആഴിമേൽ നടന്നു എന്ന് വളരെ വ്യക്തമായിട്ട് അവിടെ പറയുന്നുണ്ട്. ആഴിമേൽ നടന്നു, അല്ലെ? മർക്കോസിന്റെ സുവിശേഷം 6-ാം അധ്യായം 45 മുതൽ 49 വരെയുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ അവിടെ കാണുന്നു. മർക്കോസിന്റെ സുവിശേഷം 6-ാം അധ്യായം, മർക്കോസിന്റെ സുവിശേഷം 6-ാം അധ്യായം 45 മുതലുള്ള വാക്യങ്ങൾ നമ്മൾ വായിക്കുമ്പം അവിടെ കാണുന്നു, താൻ പുരുഷാരത്തെ പറഞ്ഞയക്കുന്നതിനിടയിൽ തന്റെ ശിഷ്യന്മാരെ ഉടനെ പടക് കയറി അക്കരെ ബേത്സയിദയ്ക്ക് നേരെ മുന്നോടുവാൻ നിർബന്ധിച്ചു. അവരെ 46-ാമത്തെ വാക്യത്തിൽ അവരെ വിട്ടയച്ച ശേഷം താൻ പ്രാർത്ഥിക്കുവാൻ മലയിൽ പോയി. വൈകുന്നേരമായപ്പോൾ പടക് കടലിന്റെ നടുവിലും താൻ ഏകനായി കരയിലുമായിരുന്നു. 48-ാമത്തെ വാക്യത്തിൽ കാറ്റ് പ്രതികൂലമാകൊണ്ട് അവ തണ്ടു വലിച്ച് വലയുന്നത് അവൻ കണ്ട് ഏകദേശം രാത്രി 4 യാമത്തിൽ കടലിൽ മേൽ നടന്ന അവരുടെ അടുക്കൽ ചെന്ന് അവരെ കടന്നു പോകുവാൻ ഭാവിച്ചു. അവൻ കടലിന്മേൽ നടക്കുന്നത് കണ്ടിട്ട് ഭൂതമെന്ന് അവർ നിരൂപിച്ച് നിലവിളിച്ചു. അപ്പൊ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്, യേശു കർത്താവ് കടലിന്മേൽ നടക്കുകയാണ്. അപ്പോ നിങ്ങൾ തൃത്വക്കാര് പറയും രണ്ടാമനാണ് ആഴിമേൽ നടന്നത്, അല്ലേ? അപ്പം ദാനിയേലിന്റെ പുസ്തകത്തിൽ പറയുന്ന അപ്പോ ആള് മറ്റൊരാളാണോ എന്നുള്ള കാര്യം വീണ്ടും തൃത്വക്കാരെ നിങ്ങൾ ചിന്തിക്കേണ്ട ഒരു കാര്യം തന്നെയാണ്. സമനായിരിക്കുന്നതുകൊണ്ട് നിങ്ങൾ പറയും അത് യേശു ക്രിസ്തുവാണ്, പുത്രനാണ്, വന്ന് ശത്രുഘ്മേശ അഭേദനകോമിനെ രക്ഷിച്ചതെന്ന് നിങ്ങൾ പറയുമായിരിക്കും. പക്ഷേ അത് ദൈവവചന വിരുദ്ധമാണ്. ദൈവം ഏകനാണ്, ഏകനായി നിന്ന് മഹാത്ഭുതങ്ങളെ പ്രവർത്തിക്കുന്നവനെന്ന് ഞാൻ കഴിഞ്ഞ ദിവസങ്ങളിൽ സങ്കീർത്തനങ്ങളിൽ വായിച്ച് നിങ്ങളോട് പറഞ്ഞിരുന്നു. അപ്പൊ ഏകനാണ്, ദൈവത്തിൽ മറ്റൊരാൾ ഇല്ല എന്നുള്ള കാര്യമാണ്. അപ്പൊ ഈ പാട്ട് പാടുമ്പോൾ ഏക ദൈവത്തെ ഉദ്ദേശിച്ച് പാടുവാൻ നമുക്ക് കഴിഞ്ഞില്ല എങ്കിൽ ആ പാട്ട് വ്യർത്ഥമാണ് എന്നുള്ള കാര്യവും മറന്നു പോകരുത്. ആഴിമേൽ നടന്നു, അഗ്നിമേൽ ഇറങ്ങി, ആകാശം തുറന്നാൽ സർവശക്തൻ. അപ്പൊ എത്ര സർവശക്തന്മാരുണ്ട് നമുക്ക്? 2 സർവശക്തൻ, 3 സർവശക്തന്മാരോ, പിതാവ് പുത്ര പരിശുദ്ധാത്മാവ് എന്ന് പറയുമ്പോൾ 3 സർവശക്തന്മാരോ ഒരിക്കലും ദൈവവചനം അനുവദിക്കാത്ത കാര്യങ്ങളാണ് ഇവിടെ പഠിപ്പിച്ചു കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് എൻ്റെ പ്രിയ ശ്രോതാക്കളെ, നിങ്ങൾ ഇതിൽ നിന്നൊക്കെയും എന്ത് ചെയ്യണം? മാറേണ്ടത് വളരെ അനിവാര്യമായിരിക്കുന്നു. പിതാവ് പുത്ര പരിശുദ്ധാത്മാവെന്ന ഏക ദൈവമേ നമുക്കുള്ളൂ. അത് യേശു ക്രിസ്തുവിന്റെ നാമമാണ് എന്നുള്ള കാര്യം കഴിഞ്ഞ ദിവസങ്ങളിൽ ഞാൻ അതിനെക്കുറിച്ച് വ്യക്തമായി പഠിപ്പിച്ചു എന്നുള്ളതാണ്. അപ്പോൾ അവിടെ നമ്മൾ മനസ്സിലാക്കുന്ന സർവശക്തൻ എന്ന് പറയുമ്പോൾ തന്നെ ദൈവത്തിന്റെ സർവ്വയാപിത്വം അല്ലെങ്കിൽ സർവ്വയാപനത്തെയാണ് കാണിക്കുന്നത്. സങ്കീർത്തനങ്ങളുടെ പുസ്തകം നമ്മൾ വായിക്കുമ്പോൾ ദൈവത്തിന്റെ സർവ്വയാപിത്വം, അതായത് വ്യാപിച്ചു കിടക്കുന്ന ശക്തിയെ കുറിച്ച്, അല്ലെങ്കിൽ ആർക്കും അറിയാൻ കഴിയാത്ത ദൈവത്തിന്റെ മറഞ്ഞിരിക്കുന്ന ശക്തിയെ കുറിച്ച് വളരെ വ്യക്തമായിട്ട് രേഖപ്പെടുത്തിയിരിക്കുന്നു, അല്ലെ? സങ്കീർത്തനങ്ങളുടെ പുസ്തകം 139-ാം അധ്യായം 7 മുതൽ 10 വരെയുള്ള വാക്യങ്ങൾ നമ്മൾ വായിക്കുമ്പോൾ അത് കാണുന്നുണ്ട്. സങ്കീർത്തനങ്ങളുടെ പുസ്തകം
139 അധ്യായം അതിന്റെ 7 മുതലുള്ള വാക്യങ്ങൾ വായിക്കുമ്പം അവിടെ കാണുന്നു ദൈവത്തിന്റെ ആ ഒരു സർവ്വയാപത്വം അല്ലെങ്കിൽ സർവ്വയാപിയാണ്, സർവശക്തനും സർവ്വയാപിയുമായ ദൈവത്തെക്കുറിച്ച് വളരെ വ്യക്തമായിട്ട് രേഖപ്പെടുത്തിയിരിക്കുന്നത് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട്. 139 അധ്യായം 7 മുതൽ 10 വരെയുള്ള വാക്യങ്ങളിൽ, നിന്റെ ആത്മാവിനെ ഒളിച്ച് ഞാൻ എവിടേക്ക് പോകും? തിരുസന്നിധി വിട്ട് ഞാൻ എവിടേക്ക് ഓടും? ഞാൻ സ്വർഗത്തിൽ കയറിയാൽ നീ അവിടെയുണ്ട്, പാതാളത്തിൽ എന്റെ കിടക്ക വിരിച്ചാൽ നീ അവിടെയുണ്ട്. ഞാൻ ഉഷസ്സിൽ ചിറക് ധരിച്ച് സമുദ്രത്തിന്റെ അറ്റത്ത് ചെന്ന് പാർത്താൽ അവിടെയും നിന്റെ കൈ എന്നെ നടത്തും, നിന്റെ വലങ്കൈ എന്നെ പിടിക്കും. അപ്പോ നമ്മളെല്ലാവരും വിശ്വസിക്കുന്നത് എന്താണ്? ദൈവം എന്താണ്? ദൈവത്തിന്റെ മൂന്നാമത്തെ വ്യക്തിത്വമല്ല, മൂന്ന് വ്യക്തികളാണല്ലോ എന്നാണല്ലോ തൃത്വക്കാർ വിശ്വസിക്കുന്നത്. ആത്മാവ്, പരിശുദ്ധാത്മാവ് എന്ന് പറയുമ്പോൾ ഇവിടെ ദാവീദ് പറയുകയാണ്, നിന്റെ ആത്മാവിനെ ഒളിച്ച് ഞാൻ എവിടെ പോകും? അപ്പൊ വളരെ വ്യക്തമായിട്ട് അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നു ദൈവം ആത്മാവാന്നുള്ള കാര്യം. യേശുക്രിസ്തു അത് തന്നെ പഠിപ്പിച്ചല്ലേ. ശമരിയ സ്ത്രീയോട് പറയുമ്പോൾ അവിടെ എഴുതിയിരിക്കുകയാണ് ദൈവം ആത്മാവാകുന്നു എന്നാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. ആത്മാവായ ദൈവം ജഡത്തിൽ വെളിപ്പെടുകയായിരുന്നു യേശുക്രിസ്തുവായി. വളരെ വ്യക്തമായിട്ട് എന്നെ കണ്ടവൻ പിതാവിനെ കണ്ടിരിക്കുന്നു എന്ന് യേശുക്രിസ്തു ഇതാണ് പറഞ്ഞത്. കാരണം സർവ്വയാപത്വം ദൈവത്തെ കാണുവാൻ നമുക്ക് കഴിയുകയില്ല, അവൻ അദൃശ്യനാണ്. അതുകൊണ്ട് തന്നെയാണ് ദാവീദ് എഴുതിയിരിക്കുകയാണ്, നിന്റെ ആത്മാവിനെ പേടിച്ച് ഞാൻ എവിടെ പോകും? അല്ലേ? സഖറിയാവിലൊക്കെ എഴുതിയിരിക്കുന്നത് അവന്റെ കണ്ണുകൾ ഊടാടി സഞ്ചരിക്കുന്നതെന്നാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. സർവ്വയാപത്വത്തെ കുറിച്ചൊക്കെ നമ്മൾ പഠിക്കുമ്പോൾ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നു എന്നുള്ളതാണ്. സദൃശ്യവാക്യങ്ങൾ 15:3 നമ്മൾ വായിക്കുമ്പോൾ പ്രിയ സഹോദരങ്ങളെ അവിടെ കാണുന്ന ഒരു കാഴ്ചയുണ്ട്. സദൃശ്യവാക്യങ്ങൾ 15:3 ഇങ്ങനെ രേഖപ്പെടുത്തിയിരിക്കുന്നു, യഹോവയുടെ കണ്ണ് എല്ലായിടവും ഉണ്ട്, ആകാത്തവരെയും നല്ലവരെയും നോക്കിക്കൊണ്ടിരിക്കുന്നു. അപ്പോൾ യഹോവയായ ദൈവത്തിന്റെ കണ്ണ് എല്ലാവരെയും കാണുന്നുണ്ട്. ഒരു ദൈവമേ ഉള്ളൂ നമുക്ക്. ആ ദൈവത്തിന്റെ കണ്ണുകൾ എല്ലാവരെയും കാണുന്നു എന്നുള്ളതാണ് അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത്. അതാണ് അവന്റെ സർവശക്തനായ ദൈവമെന്നും സർവ്വയാമിയെന്നും ഒക്കെ അവനെ വിളിക്കുന്നത്. യെശയ്യാവിന്റെ പുസ്തകം 66 നമ്മൾ കടന്നു പോകുമ്പോൾ അതിന്റെ 1-ാമത്തെ വാക്യത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത് ഇങ്ങനെയാണ്. യെശയ്യാവിന്റെ പുസ്തകം 66-ാം അധ്യായം 1-ാമത്തെ വാക്യം ഇങ്ങനെ രേഖപ്പെടുത്തിയിരിക്കുന്നു. അപ്പോ യെശയ്യാവിന്റെ പുസ്തകം 66-ാം അധ്യായം 1-ാമത്തെ വാക്യം, യഹോവ ഇപ്രകാരം അരുളിച്ചെയ്യുന്നു, സ്വർഗം എന്റെ സിംഹാസനവും ഭൂമി എന്റെ പാദപീഠവുമാകുന്നു. നിങ്ങൾ എനിക്ക് പണിയുന്ന ആലയം ഏത് വിധം? എന്റെ വിശ്രാമ സ്ഥലവും ഏത്? അപ്പോ അത്ര വലിയ എന്താണ് ദൈവം എന്ന് പറയുന്നത്? എന്താണ് യഹോവ ഇപ്രകാരം വലിച്ചെയ്യുന്നു, സ്വർഗം എന്റെ സിംഹാസനം, ഭൂമി എന്റെ പാദപീഠമാകുന്നു. നിങ്ങൾ എനിക്ക് പണിയുന്ന ആലയം ഏതു വിധം? എന്റെ വിശ്രാമ സ്ഥലം ഏത്? അപ്പൊ ദൈവത്തെ കുറിച്ച് തന്നെ പറയുകയാണ്, അവന്റെ സർവ്വയാപത്വത്തെ കുറിച്ച്. അവൻ ഭൂമി അവന്റെ പാദപീഠമെന്നാണ് പറയുന്നത്, സ്വർഗം അവന്റെ സിംഹാസനം എന്നാണ് പറയുന്നത്. അങ്ങനെയുള്ള ദൈവത്തിന് ജഡത്തിൽ വെളിപ്പെടുന്നതിന് എന്താണ് കുഴപ്പം? നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു പ്രധാനമായ കാര്യമാണ്, 3 വ്യക്തിത്വങ്ങൾ ഉള്ളത് കൊണ്ടല്ല, ദൈവത്തിന്റെ സർവ്വയാപത്വത്തെയാണ് കാണിക്കുന്നത്. ദൈവം ജഡത്തിൽ വെളിപ്പെടുകയായിരുന്നു എന്നുള്ളതാണ്. നമ്മുടെ എല്ലാം ചിന്ത ദൈവം ഒരു വ്യക്തിത്വമാണ്. ഒരിക്കലും അവിടെ വ്യക്തമായിട്ട് നമ്മൾ ചിന്തിക്കുമ്പോൾ ദൈവം ഏകൻ തന്നെയാണ്. കാരണം യഹോവ തന്നെ അരുളിച്ചെയ്യുകയാണ്, സ്വർഗം എന്റെ സിംഹാസനം, ഭൂമി എന്റെ പാദപീഠമാവും. നിങ്ങൾ എനിക്ക് പണിയുന്ന ആലയം ഏതു വിധം? എന്റെ വിശ്രാമ സ്ഥലം ഏത്? അത്രയ്ക്ക് സർവശക്തനായ ദൈവം എന്ന് വളരെ വ്യക്തമായിട്ട് നമുക്ക് ദൈവത്തെ കുറിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ ഒരിക്കലും നമുക്ക് പറഞ്ഞു തീരാൻ പറ്റുകയില്ല. അത്രയ്ക്ക് വലിയവനാണ് ദൈവം എന്നുള്ള കാര്യത്തെക്കുറിച്ചാണ് അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത്. അല്ലാതെ തൃത്വം പറയുന്നത് പോലെ ഒരു മറഞ്ഞിരിക്കുന്ന ഒരു ദൈവമുണ്ട്, പുറത്ത് അതായത് യേശു ക്രിസ്തു എന്ന് വെളിപ്പെട്ട ദൈവമുണ്ട്. അങ്ങനെ 2 ദൈവങ്ങളുണ്ടെന്നൊക്കെ തൃത്വം പഠിപ്പിക്കുന്നു.
വളരെ തെറ്റായതും പോഷ്കായതുമായ പഠിപ്പീരുകൾ ഈ കാലങ്ങളിൽ വളരെയധികം കൂടിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നു. യിരെമ്യാവിന്റെ പുസ്തകം 23-ാം അധ്യായം അതിന്റെ 24-ാമത്തെ വാക്യത്തിലേക്ക് നമ്മൾ പോകുമ്പോൾ, യിരെമ്യാവിന്റെ പുസ്തകം 23-24 വാക്യത്തിലേക്ക് ഞാൻ കാണത്തക്കവണ്ണം ആർക്കെങ്കിലും ഞാൻ കാണാത്തവണ്ണം ആർക്കെങ്കിലും മറയത്ത് ഒളിക്കുവാൻ കഴിയുമോ എന്ന് യഹോവയുടെ അരുളപ്പാട്. ഞാൻ ആകാശവും ഭൂമിയും നിറഞ്ഞിരിക്കുന്നവനല്ലയോ എന്ന് യഹോവയുടെ അരുളപ്പാട്. അപ്പൊ കർത്താവ് എങ്ങനെയാണ്, ദൈവം എങ്ങനെയാണ് ആകാശവും ഭൂമിയും നിറഞ്ഞു നിൽക്കുന്നവനാണ്. അതാണ് അവന്റെ സർവ്വവ്യാപിത്വം അല്ലെങ്കിൽ സർവശക്തൻ എന്ന പേരിന് അവൻ യോഗ്യനായിത്തീരുന്നതിന്റെ പ്രധാനമായ കാര്യം എന്ന് പറയുന്നത്. മത്തായിയുടെ സുവിശേഷം 18-ാം അധ്യായം അതിന്റെ 20-ാമത്തെ വാക്യത്തിലേക്ക് വരുമ്പോൾ, മത്തായിയുടെ സുവിശേഷം 18-ാം അധ്യായം 20-ാമത്തെ വാക്യത്തിൽ എങ്ങനെ കാണുന്നു? 20-ാമത്തെ വാക്യം 18-20. 18-20 രേഖപ്പെടുത്തിയിരിക്കുന്ന ഇങ്ങനെയാണ്: 2-3 പേർ എന്റെ നാമത്തിൽ കൂടി വരുന്നിടത്തൊക്കെ ഞാൻ അവരുടെ നടുവിലുണ്ട് എന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു. അപ്പോ യേശുക്രിസ്തു തന്നെയാണത് പറയുന്നത്. 2-3 പേർ എവിടെ ഉണ്ടോ അവരുടെ മധ്യത്തിൽ ഞാനും ഉണ്ട്. അതെങ്ങനെ കഴിയുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇങ്ങനെയാണ്, അല്ലെ? നമ്മൾ ആദ്യം വായിച്ച വാക്യങ്ങളിലൊക്കെ ദൈവം സർവശക്തനായത് കൊണ്ടാണ് അതിന് കഴിയുന്നത്. അതെ, അതാണ് അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്ന പ്രധാനമായ കാര്യം എന്ന് പറയുന്നത്. മത്തായി 28-20 പോകുമ്പോൾ, 28-20 നമ്മൾ വിളിച്ചോണ്ടുമ്പം അവിടെ കാണുവാനായിട്ട് സാധിക്കുന്നു. 28-ാം അധ്യായം 20-ാമത്തെ വാക്യം ശ്രദ്ധിക്കണം. എന്നാൽ ബർന്നബാസിനെ ചോദിക്കാനും 28-20 ഞാൻ നിങ്ങളോട് കൽപ്പിച്ചതൊക്കെയും പ്രമാണിക്കുവാൻ തക്കവണ്ണം ഉപദേശിച്ചും കൊണ്ട് സകല ജാതികളെയും ശിഷ്യന്മാരാക്കിക്കൊള്ളുവിൻ. ഞാനോ ലോകാവസാനത്തോളം എല്ലാ നാളും നിങ്ങളോട് കൂടെയുണ്ട് എന്ന് അരുളി ചെയ്തു. അപ്പൊ 28-20 പറയുകയാണ്, ഞാൻ ലോകാവസാനത്തോളം എല്ലാ നാളും നിങ്ങളോട് കൂടെയുണ്ട്. എങ്ങനെ ഒരാൾക്ക് ഇരിക്കാൻ പറ്റുക, അല്ലേ? കാരണം ദൈവത്തിന് സർവ്വവ്യാപിത്വം ഉള്ളത് കൊണ്ടാണ് എല്ലാവരോടും കൂടെ ഇരിക്കാൻ കഴിയുന്നത്. കാരണം അവൻ സർവശക്തനായത് കൊണ്ടാണ് അവൻ എല്ലാവരോടും കൂടെ ഇരിക്കുവാനായിട്ട് സാധിക്കുന്നു എന്നുള്ളതാണ്. അപ്പോസ്തല പ്രവൃത്തികൾ 17-ാം അധ്യായം 27-28 വാക്യങ്ങൾ വായിക്കുമ്പോൾ, അപ്പോസ്തല പ്രവൃത്തികൾ 17-ാം അധ്യായം 27-28 വാക്യങ്ങൾ നമ്മൾ വായിക്കുമ്പോൾ അവിടെ കാണുന്നു 27-28 വാക്യങ്ങൾ. 27-28 അവർ ദൈവത്തെ തപ്പി നോക്കി കണ്ടെത്തുമോ എന്ന് വെച്ച് അവനെ അന്വേഷിക്കേണ്ടത് തന്നെ. അവൻ നമ്മിൽ ആർക്കും അകന്നിരിക്കുന്നവനല്ലതാനും അവനിലല്ലോ നാം ജീവിക്കുകയും ചരിക്കുകയും ഇരിക്കുകയും ചെയ്യുന്നത്. അങ്ങനെ നിങ്ങളുടെ കവിവരന്മാരിൽ ചിലർ നാം അവന്റെ സന്താനമല്ലോ എന്ന് പറഞ്ഞിരിക്കുന്നു എന്നവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നു. പ്രിയ സഹോദരങ്ങളെ, അപ്പൊ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം എന്താണ്? ദൈവം ഏകനാണെന്ന് തന്നെയാണ് ദൈവവചനത്തിന് സ്ഥാപിക്കുവാനുള്ളത്. കാരണം അവൻ സർവശക്തനായ ദൈവമാണ്, അവൻ സർവ്വവ്യാപിയാണ് എന്നുള്ള കാര്യം വളരെ വ്യക്തമായിട്ട് പ്രിയ സഹോദരങ്ങളെ അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നു. അപ്പോ ഈ പാട്ട് തൃത്തക്കാര് പാടുമ്പോൾ വളരെ സൂക്ഷിച്ച് പാടണേ. ഇത് രണ്ടാമത്തെ ആളൊന്നും അല്ല. നമ്മളെ ആഴിമേൽ നടന്നതും അഗ്നിയിൽ ഇറങ്ങിയതും ഒക്കെ രണ്ടാമത്തെ ആളാണോ? ഒരിക്കലുമല്ല. ദൈവം ജഡത്തിൽ വെളിപ്പെടുന്നതാകുന്ന കാഴ്ചകളാണ് നമുക്ക് അവിടെ കാണുവാനായിട്ട് സാധിക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ യോഹന്നാന്റെ സുവിശേഷത്തിലേക്ക് വരുമ്പോൾ, യോഹന്നാൻ യേശുക്രിസ്തുവിനെ പൂർണ്ണ ദൈവവും പൂർണ്ണ മനുഷ്യനുമായിട്ട് അവതരിപ്പിച്ചിരിക്കുന്ന ഭാഗങ്ങളുണ്ട്. അതെല്ലാം എടുത്തു വെച്ചിട്ട് പല ദൈവദാസന്മാരും പ്രസംഗിക്കുന്ന ഞാൻ കേട്ടിട്ടുണ്ട്. യേശുക്രിസ്തു പൂർണ്ണ ദൈവവും പൂർണ്ണ മനുഷ്യനുമായിരുന്നു. അപ്പൊ എത്ര ദൈവമാണ് എന്നുള്ള കാര്യം ആ ദൈവദാസനോട് ചോദിച്ചാൽ ദൈവദാസൻ ചോദിക്കുമ്പോൾ പറയും 3 വ്യക്തികളാന്ന് പറയും. അങ്ങനെ രക്ഷപ്പെടുന്ന ദൈവദാസന്മാരെയും ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പം
അതിൽ നിന്നൊക്കെ എനിക്ക് മനസ്സിലായ ഒരു കാര്യം എന്ത്, ദൈവം ഏകനാണെന്ന് ദൈവവചനം പഠിപ്പിക്കുന്നുള്ളൂ എന്നുള്ള കാര്യം വളരെ വ്യക്തമായിട്ട് ഇതിനകത്ത് നിന്നെല്ലാം നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നു. അപ്പം ഇത് നമ്മുടെ യോഹന്നാന്റെ സുവിശേഷത്തിലേക്ക് നമ്മൾ വരുമ്പോൾ, അവിടെ നമ്മൾ യോഹന്നാന്റെ സുവിശേഷം കഴിഞ്ഞ ആഴ്ചകളിലൊക്കെ നമ്മൾ പഠിച്ചപ്പം അവിടെ എഴുതിയിരിക്കുന്ന ഒരു കാര്യമുണ്ടായിരുന്നു അല്ലെ. ദൈവം എന്തായിരുന്നു? ആദിയിൽ വചനമുണ്ടായിരുന്നു, വചനം ദൈവത്തോടു കൂടിയായിരുന്നു, വചനം ദൈവമായിരുന്നു, അവൻ ആദിയിൽ ദൈവത്തോടു കൂടിയായിരുന്നു, സകലവും അവൻ മുഖാന്തരം ഉളവായതൊന്നും അവനെ കൂടാതെ ഉളവായതല്ല. അപ്പൊ ഇതൊക്കെ പറയുമ്പോൾ പല ആളുകളും വിചാരിക്കുന്നത് എന്താ, വചനം രണ്ടാമത്തെ വ്യക്തിയാണ്. വചനം എപ്പോഴും രണ്ടാമത്തെ വ്യക്തിയാണ്. അപ്പം വചനം രണ്ടാമത്തെ വ്യക്തിയാണോ എന്ന് നമ്മൾ ചിന്തിക്കുമ്പോൾ, ആവർത്തന പുസ്തകം നമ്മൾ വായിക്കുമ്പോൾ അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്ന കാണാം. ആവർത്തന പുസ്തകം 26-ാം അധ്യായത്തിലേക്ക് വരുമ്പം, ആവർത്തന പുസ്തകം 26-ാം അധ്യായം അതിന്റെ 17-ാമത്തെ വാക്യത്തിൽ വരുമ്പോൾ, ആവർത്തന പുസ്തകം 26-ന്റെ 17-ാമത്തെ വാക്യം, 17-ാമത്തെ വാക്യത്തിൽ എഴുതിയിരിക്കുകയാണ്, യഹോവ നിനക്ക് ദൈവമായിരിക്കുന്നു, നീ അവന്റെ വഴികളിൽ നടന്ന് അവന്റെ ചട്ടങ്ങളും കൽപ്പനകളും വിധികളും പ്രമാണിച്ച് അവന്റെ വചനം അനുസരിക്കണമെന്ന് നീ ഇന്ന് അരുളപ്പാട് കേട്ടിരിക്കുന്നു. അപ്പൊ അരുളപ്പാട് കേട്ടിരിക്കുന്നു. അപ്പൊ എന്താണ്? ദൈവത്തിനൊരു ചട്ടമുണ്ട്, കൽപ്പനയുണ്ട്, പ്രമാണമുണ്ട്. അതാണ് വചനം എന്ന് പറയുന്നത്. ആ കൽപ്പനയാണ് വചനമെന്ന് വളരെ വ്യക്തമായിട്ട് അവിടെ മെൻഷൻ ചെയ്തിരിക്കുന്നു. വീണ്ടും നമ്മൾ ചിന്തിക്കുമ്പോൾ അതിനെക്കുറിച്ച് വീണ്ടും കാണുന്നത് 32-2 വരുമ്പോൾ, ആവർത്തന പുസ്തകം 32-2 വരുമ്പോൾ വചനത്തെക്കുറിച്ച് പറഞ്ഞിരിക്കുന്ന മറ്റൊരു കാര്യത്തെക്കുറിച്ച് അവിടെ വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട്. വചനം എന്താണ്? മഴ പോലെ എന്റെ ഉപദേശം പൊഴിയും, എന്റെ വചനം മഞ്ഞുപോലെയും ഇളം പുന്നിന്മേൽ പൊടിമഴ പോലെയും സസ്യത്തിന്മേൽ മാരി പോലെയും ചൊരിയും എന്ന് അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നു. അപ്പം ദൈവത്തിന്റെ ഒരു ഉപദേശമായിട്ട് അല്ലെ, ഉപദേശം മഞ്ഞു പോലെയും ഇളംപുന്നിന്മേൽ പൊടിമഴ പോലെയും സസ്യത്തിന്മേൽ മാരി പോലെയും ചൊരിയുമെന്ന് അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നു. അപ്പം ഉപദേശമാണെന്ന് പറഞ്ഞു, ചട്ടമാണെന്ന് പറഞ്ഞു, പ്രമാണമാണെന്ന് പറഞ്ഞു വചനത്തെ കുറിച്ച് അല്ലെ. വചനത്തെ കുറിച്ച് വീണ്ടും പറയുമ്പോൾ 33-9 വരുമ്പോൾ, ആവർത്തന പുസ്തകം 33-9 നമ്മൾ വരുമ്പോൾ അവിടെ എഴുതിയിരിക്കുന്ന ഒരു കാര്യമുണ്ട്. അവന് അപ്പനെയും അമ്മയെയും കുറിച്ച് ഞാൻ അവരെ കണ്ടില്ല എന്ന് പറഞ്ഞ് സഹോദരന്മാരെ അവൻ ആദരിച്ചില്ല, സ്വന്തം മക്കളെ അവൻ ഓർത്തില്ല. നിന്റെ വചനം അവർക്ക് പ്രമാണിച്ചു, നിന്റെ നിയമം കാത്തുകൊള്ളുകയും ചെയ്തു. അവിടെയും എഴുതിയിരിക്കുകയാണ്, വചനം പ്രമാണിക്കേണ്ട ഒന്നാണ്, നിന്റെ നിയമമാണ്, അതിനെ കാത്തുകൊള്ളണമെന്ന് എഴുതിയിരിക്കുന്നു. അപ്പൊ ദൈവത്തിന് ഒരു നിയമമുണ്ട്, പ്രമാണമുണ്ട്, ഉപദേശമുണ്ട്. ഇതെല്ലാത്തിനും വചനമെന്നാണ് നമ്മൾ ദൈവവചനത്തെ കാണുവാനായിട്ട് സാധിക്കുന്നു എന്നുള്ളതാണ്. യോശുവയുടെ പുസ്തകം 1:13 നമ്മൾ വായിക്കുമ്പം അവിടെ ഒരു കൽപ്പനയായിട്ട് വചനത്തെ കാണുന്നു. 1:13 യോശുവയുടെ പുസ്തകം 1:13 ദൈവത്തിന്റെ കൽപ്പനയായിട്ട് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നു. അപ്പൊ ദൈവത്തിനൊരു കൽപ്പനയുണ്ട് എന്നുള്ള കാര്യം അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നു. 1:13 നമ്മൾ വായിക്കുമ്പോൾ അങ്ങനെ കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. അപ്പൊ യെശയ്യാവിന്റെ പുസ്തകം 55:11 വരുമ്പോൾ ഒരു കാര്യം കൂടെ പറയുന്നു, എന്റെ വായിൽ നിന്ന് പുറപ്പെടുന്നു എന്ന് വളരെ വ്യക്തമായിട്ട് അവിടെ കാണുന്നു. യെശയ്യാവിന്റെ പുസ്തകം 55-ാം അധ്യായം അതിന്റെ 11-ാമത്തെ വാക്യം വളരെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം. 55:11 അവിടെ രേഖപ്പെടുത്തിയിരിക്കുകയാണ്, എന്റെ വായിൽ നിന്ന് പുറപ്പെടുന്ന എന്റെ വചനമായിരിക്കും, അത് വെറുതെ എന്റെ അടുക്കിലേക്ക് മടങ്ങി വരാതെ എനിക്കിഷ്ടമുള്ളത് നിവർത്തിക്കുകയും ഞാൻ അയച്ച കാര്യം സാധിപ്പിക്കുകയും ചെയ്യുമെന്ന് അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നു. അപ്പം എന്താണ് അയച്ച കാര്യം? അപ്പൊ ദൈവം അയക്കുകയാണ് ഒരു വചനം, ദൈവം അയക്കുകയാണ്. അപ്പൊ അയക്കുന്ന കാര്യമാണ് യോഹന്നാന്റെ സുവിശേഷത്തിൽ വളരെ വ്യക്തമായിട്ട് രേഖപ്പെടുത്തിയിരിക്കുന്ന കാര്യം. ഇനി നമ്മൾ യോഹന്നാന്റെ സുവിശേഷം 1-ാം അധ്യായം 1-ാം വാക്യം ഒന്നുകൂടെ വായിക്കുമ്പോൾ നമുക്ക് കിട്ടും. അയച്ചത് അല്ലെ, വചനം അയച്ചു എന്നുള്ള കാര്യമാണ്. ആദിയിൽ വചനം ഉണ്ടായിരുന്നു, വചനം ദൈവത്തോടു കൂടിയായിരുന്നു, വചനം ദൈവമായിരുന്നു, അവൻ ആദിയിൽ ദൈവത്തോടു കൂടെയായിരുന്നു, സകലവും അവൻ മുഖാന്തരം ഉളവായതൊന്നും അവനെ കൂടാതെ ഉളവായില്ല എന്നും എഴുതിയിരിക്കുന്നു. വചനം ദൈവത്തോടു കൂടിയായിരുന്നു, വചനം ദൈവമായിരുന്നു എന്ന് വളരെ വ്യക്തമായിട്ട് രേഖപ്പെടുത്തിയിരിക്കുന്നു. അതും ദൈവവും ദൈവത്തിന്റെ വചനവും
അപ്പം എന്താണ് വചനമെന്ന് നമ്മളവിടെ മനസ്സിലാക്കി കഴിഞ്ഞിരിക്കുന്നു. അപ്പം ദൈവം ഒരു വചനം അയച്ചു. എന്താണ്? ദൈവം ജഡത്തിൽ വെളിപ്പെടുമെന്നുള്ള വചനം അയച്ചു എന്നാണ് അതിന്റെ അർത്ഥം എന്ന് പറയുന്നത്. ആ വാക്യങ്ങളിൽ അങ്ങനെയാണ് അത് മനസ്സിലാക്കേണ്ടത് എന്നുള്ള കാര്യമാണ് നമുക്ക് മനസ്സിലാകുന്നത്. ഈ വചനങ്ങൾ നിങ്ങൾക്ക് അനുഗ്രഹപ്രദമായെങ്കിൽ ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ പോവുകയാണ്. മഹാപരിശുദ്ധനും നിത്യനുമായ ദൈവമേ, ഇത്രയും നേരം വചനം ശ്രവിച്ച എല്ലാവരെയും ദൈവം വാഴ്ത്തി അനുഗ്രഹിക്കട്ടെ. ഇതിൽ അഡ്മിന്മാരെ എല്ലാവരെയും ദൈവം ധാരാളമായും സമൃദ്ധിയായും അനുഗ്രഹിക്കട്ടെ. അതുപോലെ തന്നെ ദാരിദ്ര്യത്തിൽ കഴിയുന്നവരെയും ജോലിയില്ലാതെ ഭാരപ്പെടുന്നവരെയും പഠിക്കുന്ന കുട്ടികളെയും എല്ലാം കർത്താവിന്റെ കരങ്ങളിൽ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥന സ്വർഗം ശ്രദ്ധ വെച്ച് കേട്ടിരിക്കുന്ന സ്തോത്രം മാനവഭാഗത്തോപിച്ചെടുക്കണം. എല്ലാം യേശു ക്രിസ്തുവിന്റെ ധന്യമുള്ള നാമത്തിൽ തന്നെ. ആമീൻ, ആമീൻ, ആമീൻ.